കണ്ണൂരിലും തൊടുപുഴയിലും വി.ഡി. സതീശനെ അനുകൂലിച്ച ഫ്ലെക്സ് ബോർഡുകൾ നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്നും പട നയിച്ചവൻ നാട് നയിക്കും എന്നും ഫ്ലെക്സുകളിൽ ടീം UDF തൊടുപുഴ എന്ന പേരിലും കണ്ണൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലുമാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്ന്, ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് എന്നിവർ ചേരുന്നു. ആദ്യം മിഥുൻ പിള്ളയിലേക്കാണ്. മിഥുൻ, കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് ഇന്നും ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി ഫലമറിയാൻ ഒരു ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ ഘട്ടത്തിൽ പോലും കോൺഗ്രസിലെ പോര് അത് മൂർധന്യത്തിലേക്ക് പോകുന്നു. പറയൂ, ഇന്ന് അവിടെ എന്താണ് സംഭവിച്ചത്? രാജി, ഇന്ന് രാവിലെയാണ് കണ്ണൂരിൽ വി.ഡി. സതീശനെ അനുകൂലിച്ച് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്നാണ് ഫ്ലെക്സിലെ വാചകം. ശ്രീകണ്ഠാപുരം കൊട്ടുവയൽ ബസ് സ്റ്റോപ്പിന് സമീപത്താണ് ഈ ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുള്ളത്. കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ തന്നെയാണ് ബോർഡ് വെച്ചിട്ടുള്ളത്. അതിൽ നമുക്കറിയാം, വി.ഡി. ആരാകണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ കോൺഗ്രസിലുള്ള തർക്കങ്ങൾ രൂക്ഷമാകുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവ് തന്നെയാണ് ഇത്തരത്തിൽ ഫ്ലെക്സ് യുദ്ധങ്ങൾ കൊഴുക്കുന്നത്. നേരത്തെ തന്നെ സംസ്ഥാന വ്യാപകമായി പലയിടത്തും KC വേണുഗോപാലിന്റെ ഭാഗത്തിന് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തല ഉൾപ്പെടെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കണ്ണൂരിലും സമാനമായ രീതിയിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നത്. ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഫ്ലെക്സ് ബോർഡുകൾ വി.ഡി. സതീശന് വേണ്ടി കണ്ണൂർ ജില്ലയിൽ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. സുബിൻ തോമസിലേക്ക് കൂടി പോകുന്നു. സുബിൻ, ഇടുക്കി തൊടുപുഴയിലും വി.ഡി. സതീശനെ അനുകൂലിച്ചുള്ള ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മിഥുൻ പിള്ള സൂചിപ്പിച്ചതുപോലെ ഇനി ഫലമറിയാൻ ഒരു ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇതിനിടയിൽ പോലും കസേര ഉറപ്പിക്കാനുള്ള നെട്ടോട്ടമാണ്. ജയിക്കുമോ എന്ന കാര്യത്തിൽ പോലും ഉറപ്പില്ല. പക്ഷേ മുഖ്യമന്ത്രി കസേര അത് കിട്ടിയേ മതിയാകൂ. ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ച കസേര ഉറപ്പിക്കലാണോ? തീർച്ചയായും അതിനുവേണ്ടിയുള്ള ഒരു നീക്കം തന്നെ എന്നുള്ളതാണ് അണികളുടെ ഭാഗത്തു നിന്നുള്ള ഈ ഇത്തരം പ്രവർത്തികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൊടുപുഴയിലാണ് ഇത്തരത്തിൽ, തൊടുപുഴ പട്ടയംകവലയ്ക്ക് സമീപമാണ് ഇത്തരത്തിലൊരു വലിയ ഫ്ലെക്സ് ബോർഡ് ഇന്നലെ രാത്രി പ്രത്യക്ഷപ്പെട്ടത്. പട നയിച്ചവൻ നാട് നയിക്കുമെന്നാണ് ഈ ഫ്ലെക്സ് ബോർഡിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ നിലപാടിന്റെ രാജകുമാരൻ അഭിവാദ്യം എന്നൊരു വാചകവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഈ ഫ്ലെക്സ് ബോർഡ് അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തൊടുപുഴ മേഖല കേന്ദ്രീകരിച്ച് ഈ വി.ഡി. സതീശനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ രീതിയിൽ ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് വി.ഡി. സതീശനെ പ്രതികൂലിച്ചായിരുന്നു ഈ ഒരു ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അത് മൂവാറ്റുപുഴ, തൊടുപുഴ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ഈ വി.ഡി. സതീശനെ പ്രതികൂലിച്ച്, അല്ലെങ്കിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവേണ്ട, അത്തരത്തിലുള്ള വ്യാമോഹങ്ങൾ വേണ്ട എന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമായി ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഈ വരും ദിവസങ്ങളിലും, അതായത് ഇനി 4-ാം തീയതി കഴിഞ്ഞാൽ ഇത് ഏത് തലത്തിലേക്ക് പോകുമെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോഴും അറിയേണ്ടത്. അതായത് അണികൾ തമ്മിൽ വലിയ രീതിയിൽ നിലവിൽ ഒരു ഫ്ലെക്സ് യുദ്ധമാണെങ്കിൽ 4-ാം തീയതി കഴിയുമ്പോൾ അതൊരു പരസ്യ പ്രതികരണങ്ങളിലേക്കും പരസ്യ പ്രസ്താവനകൾ പോലുള്ള വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് നിലവിലെ സാഹചര്യത്തിൽ ഉള്ളത്. ശരി സുബിൻ, എന്തായാലും കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള, ഒപ്പം ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് എന്നിവരാണ് വാർത്താ വിശദാംശങ്ങൾ നൽകിയത്. സുബിൻ സൂചിപ്പിച്ചതുപോലെ ഇനി എങ്ങാനും ജയിച്ചു കയറുകയാണ് എങ്കിൽ പിന്നീട് അതൊരു തെരുവ് യുദ്ധമായി മാറും. അത്തരത്തിലാണ് കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങൾ, കസേര ഉറപ്പിക്കലുകൾ എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്.